ഹലോ എവരി വൺ. ഇന്ന് തൊട്ട് നമ്മൾ ലീഗൽ മെട്രോളജി കോഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് പോലെ ആയിരിക്കും. കാരണം നമുക്കറിയാം കൺഫർമേഷൻ വന്ന് സെപ്റ്റംബർ 5-ാം തീയതിയാണ് എക്സാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം. അതിനകത്ത് വരുന്ന സെക്ഷൻ എ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ എറോസ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ പാൻ, അല്ല ഫൈനലി സിഗ്നൽ ടു നോയിസ് റേഷ്യോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, ഫ്രീക്വൻസി, ഇതെല്ലാം എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് അളക്കേണ്ട ക്വാണ്ടിറ്റിയെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു റീഡബിൾ ഫോമിലോട്ട്, ആ ഒരു രീതിയിലേക്ക് മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ, CRO, അതുപോലെ ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ വോൾട്ട്മീറ്റർ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് മൂവ് ഓൺ ചെയ്യാം. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസും നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസുമാണ്. അപ്പോൾ എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് അളക്കേണ്ട വാല്യൂവിനനുസരിച്ച് ഒരു പോയിന്റർ കാലിബ്രേറ്റ് ചെയ്ത സ്കെയിലിന് മുകളിലൂടെ നീങ്ങുന്നത് അതായത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പേര് ഡിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. വഴി റീഡിംഗ് കാണിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് ഇവ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫ്ലക്റ്റിംഗ് കാണിക്കും ആ പോയിന്റ്സ്. അപ്പോൾ ഇതിനകത്തൊരു വേർഡ് വന്നു, കാലിബ്രേഷൻ അല്ലേ. നമ്മൾ അളക്കേണ്ട വാല്യൂവിനനുസരിച്ച് ഒരു പോയിന്റർ കാലിബ്രേറ്റ് ചെയ്ത സ്കെയിലിന് മുകളിലൂടെ നീങ്ങുന്നത് വഴി റീഡിംഗ് കാണിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണിവ. അപ്പോൾ എന്താ കാലിബ്രേഷൻ? ഇവിടെ കാലിബ്രേറ്റഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് അളവുമായിട്ട് ഒത്തുനോക്കി സ്കെയിലിലെ അടയാളപ്പെടുത്തലുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു അമീറ്റർ എടുത്തു, അതിൽ 1A 2A അങ്ങനെ എഴുതുമല്ലോ. അതായത് കറണ്ട് പോകുമ്പോൾ പോയിന്റുകൾ കൃത്യം 1A ആകുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട്, 2A ആകുമ്പോൾ 2 ആംപിയർ ആകുമ്പോഴത്തേക്ക് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നീ മാർക്കുകളിൽ തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഈ ഒരു കാലിബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റി ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടോർക്ക് ഉണ്ടാക്കും. അതിലൂടെ പോയിന്റർ സ്കെയിലിന് മുകളിലൂടെ പ്രൊപ്പോർഷണലായിട്ട്, അതായത് ആനുപാതികമായിട്ട് നീങ്ങുകയും നമുക്ക് നേരിട്ട് റീഡിംഗ് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ടൈപ്പിൽ നടക്കുന്ന ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ടു ഓപ്പറേറ്റ്, ഉപയോഗിക്കാൻ വളരെ ലളിതമാണ്. പെട്ടെന്ന് റീഡിംഗ് ലഭിക്കും അല്ലെ, ക്വിക്ക് റീഡിങ്സ് കിട്ടും. റുട്ടീൻ മെഷർമെൻറ്റ്സിന് വളരെ അനുയോജ്യമാണ്, സൂട്ടബിൾ ഫോർ റുട്ടീൻ മെഷർമെൻറ്റ്സ്. ഇനി എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? നൾ ടൈപ്പിനെ അപേക്ഷിച്ച് കൃത്യത കുറവായിരിക്കും, അതായത് ലെസ് ആക്യുറേറ്റ് ആണെന്ന് പറയാം. പിന്നെ കർഷണം, നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അന്തരീക്ഷ വ്യതിയാനങ്ങൾ, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് എന്നിവ റീഡിങ്ങിനെ ബാധിക്കാം. ഓക്കെ, ഇപ്പോൾ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ശക്തമായ രീതിയിൽ ഫാൻ ഇട്ടേക്കുവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റീഡിങ്ങിന് അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അമീറ്റർ, വോൾട്ട്മീറ്റർ, അനലോഗ് മൾട്ടിമീറ്റർ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസിന് ഉദാഹരണമായിട്ട് പറയാവുന്നവയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, എങ്ങനെയാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അറിയാത്ത ഒരു അളവിനെ, അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ പറയും അല്ലേ, നമുക്കറിയില്ല അതെന്താണെന്ന്. അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് അളവുമായിട്ട്, അതായത് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അളക്കുന്ന രീതിനെയാണ് നമ്മൾ നൾ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം 0 നൾ ആകുമ്പോൾ, 0 എന്നുള്ളതിന് നമ്മൾ ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്ത നൾ ആകുമ്പോഴാണ് മെഷർമെൻറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പൂർത്തിയാകുന്നത്. അൺനോൺ വാല്യൂവിനെ നോൺ വാല്യൂവുമായി ബാലൻസ് ചെയ്യുന്നു. രണ്ട് വാല്യൂസും തുല്യരാകുമ്പോൾ ഡിറ്റക്ടർ വാല്യൂ എന്ത് കാണിക്കും? 0 കാണിക്കും, അതായത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ബാലൻസ്ഡ് വാല്യൂ ആയിരിക്കും ഫൈനൽ മെഷർമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഉയർന്ന കൃത്യതയും വെരി ഹൈ ആക്യുറസിയാണ്, സെൻസിറ്റിവിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വെരി ഹൈ ആക്യുറസിയാണ്, ഹൈ സെൻസിറ്റിവിറ്റിയാണ്, അതുപോലെ ലെസ് അഫക്റ്റഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ് എറേഴ്സ്. അപ്പോൾ നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പിൽ ഉണ്ടാകുന്നത് പോലെയുള്ള എറേഴ്സ് ഇവിടെ എന്ത് ചെയ്യണമെന്നില്ല, അപ്പിയർ ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ എന്താണ് ഇവിടെ വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, റീഡിംഗ് എടുക്കാൻ കൂടുതൽ സമയമെടുക്കും അല്ലേ, ടേക്സ് മോർ ടൈം. അതുപോലെ തന്നെ കൂടുതൽ സങ്കീർണ്ണമാണ്, മോർ കോംപ്ലക്സ്. കുറച്ചുകൂടി നമ്മൾ ആ ഒരു കമ്പാരിസൺ, ആ ഒരു പ്രൊസീജിയർ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോംപ്ലക്സിറ്റി അവിടെ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്? വീസ്റ്റൺ ബ്രിഡ്ജ്, അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ, ഇതൊക്കെ എന്താണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, വീസ്റ്റൺ ബ്രിഡ്ജും അതുപോലെ പൊട്ടൻഷ്യോമീറ്ററും. നമുക്ക് ക്വിക്കായിട്ടൊന്ന് ഈ ഒരു എന്താ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് നൾ ടൈപ്പ് എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റീഡിംഗ് ആണ്. നൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ മെത്തേഡാണ്. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പിൽ പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. നൾ ടൈപ്പിൽ ഡിഫ്ലക്ഷൻ സീറോയിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ സീറോ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സീറോ ഇൻഡിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റീഡിംഗ് കിട്ടും, നൾ ടൈപ്പിൽ അത് സ്ലോ ആണ്. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ലെസ് ആക്യുറേറ്റ് ആണ്, നൾ ടൈപ്പ് മോർ ആക്യുറേറ്റ് ആണ്. ക്ലിയർ? അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ദ പെർഫോമൻസ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വെൻ ദ മെഷർഡ് ക്വാണ്ടിറ്റി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് മെഷേർഡ് ക്വാണ്ടിറ്റി സമയത്തിനനുസരിച്ച് മാറാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പെർഫോമൻസിന് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന ആ ഒരു ഗുണഗണങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ മെഷേർഡ് ക്വാണ്ടിറ്റി സമയത്തിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് ഉള്ളതിന് വ്യക്തമാക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ആക്യുറസി എന്ന് പറയുന്നത്. എന്താണ് ആക്യുറസി? നോക്കാം. ദ ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അളന്ന വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അളക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ വാല്യൂമായി, ട്രൂ വാല്യൂമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ആക്യുറസി സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ട്രൂ വാല്യൂ 100 വോൾട്ട് ആണ്, മെഷേർഡ് വാല്യൂ 99, അതിപ്പോൾ ട്രൂ 100 ആയിരുന്നു, നമ്മൾ മെഷർ ചെയ്തപ്പോൾ അത് 99.8 വോൾട്ട് ആണ് ആണെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹൈലി ആക്യുറേറ്റ്, കാരണം ട്രൂ വാല്യൂവിനോട് അത്രത്തോളം ക്ലോസ് ആയിട്ടാണ് ഈ ഒരു മെഷേർഡ് വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഇത് നമുക്ക് കൂടുതൽ ഹൈലി ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. 99.8, ആ ഒരു 0.2ൻ്റെ വേരിയേഷൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ആക്യുറസി എന്ന് മനസ്സിലായല്ലോ. നമ്മൾ അളക്കുന്ന വാല്യൂ ട്രൂ വാല്യൂമായിട്ട് എത്രത്തോളം, മെഷർഡ് വാല്യൂ ട്രൂ വാല്യൂമായിട്ടുള്ള ക്ലോസ്നെസ് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രിസിഷനാണ്. ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദ സെയിം റീഡിംഗ് റിപ്പീറ്റഡ്ലി. അപ്പോൾ എന്താ പ്രിസിഷൻ? ഒരേ അളവ് തന്നെ വീണ്ടും വീണ്ടും അളക്കുമ്പോൾ ഒരേ റീഡിംഗ് തന്നെ കാണിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു കഴിവാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാമത്തെ പ്രാവശ്യം അളന്നോ 50.1 വോൾട്ട് കിട്ടി, അടുത്ത തവണ അളന്നപ്പോൾ 50.1 വോൾട്ട് കിട്ടി, അടുത്ത തവണ അളന്നപ്പോൾ 50.2, ഒരു ചെറിയ വേരിയേഷൻ, അതായത് മാർക്കബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതെല്ലാം അടുപ്പിച്ചുള്ള റീഡിങ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റീഡിങ്സ് എന്താണെന്ന് നമുക്ക് പറയാം, പ്രിസൈസ് ആണെന്ന് പറയാം. ഓക്കെ, ഒരേ അളവ് തന്നെ വീണ്ടും വീണ്ടും അളക്കുമ്പോൾ ഒരേ റീഡിംഗ് തന്നെ കാണിക്കുന്നു. അതിൻ്റെ നമ്മൾ അളക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് എല്ലാം സെയിം ആയിട്ട് വരുമ്പോൾ അതേ അളവ് തന്നെ കിട്ടുന്നു എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ആ റീഡിംഗ് പ്രിസൈസ് ആണ്, ഇവിടെ പ്രിസിഷൻ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാം. ക്ലിയർ? നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി, ദ എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് സ്മോൾ ചേഞ്ചസ് ഇൻ ഇൻപുട്ട്. ഇപ്പോൾ എന്താ സെൻസിറ്റിവിറ്റി? ഇൻപുട്ടിലുണ്ടാകുന്ന വളരെ ചെറിയ മാറ്റങ്ങളെ പോലും തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹയർ സെൻസിറ്റിവിറ്റിയുള്ള ഡിവൈസുകൾ ചെറിയ മാറ്റങ്ങളോട് പോലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് പ്രതികരിക്കും. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് സ്മോൾ ചേഞ്ചസ് ഇൻ ഇൻപുട്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ. ഒരു ഇൻസ്ട്രുമെൻറ്റിന് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന് 0.01 വോൾട്ട് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ 0.01 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഏറ്റവും ചെറിയ വാല്യൂ, അതാണ് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം റിപ്പീറ്റബിലിറ്റി. ഒരേ സാഹചര്യത്തിൽ, അതായത് ദ എബിലിറ്റി ടു ഗിവ് ദ സെയിം റിസൾട്ട് അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ്. ഒരേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിക്കൽ കണ്ടീഷൻസിൽ വീണ്ടും അളക്കുമ്പോൾ ഒരേ റിസൾട്ട് തന്നെ നൽകാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിപ്പീറ്റബിലിറ്റി. ആ ഒരേ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രിസിഷൻ എന്ന് നേരത്തെ പറഞ്ഞു. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരേ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസിൽ വീണ്ടും അളക്കുമ്പോൾ ഒരേ ഫലം തന്നെ നൽകാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവാണ് എന്തെന്ന് പറയുന്നത്, റിപ്പീറ്റബിലിറ്റി. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റിയാണ് ആ റിപ്പീറ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യുന്നത് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു,
ആക്യുറസി എന്താണ്, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, റിപ്പീറ്റബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. ഓക്കെ, ഡൈനാമിക് characteristics. Dynamic characteristics describe the performance of an instrument when the measured quantity changes with time. അതായത് അളക്കേണ്ട ക്വാണ്ടിറ്റി സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നു ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതായത് നമ്മുടെ അളക്കേണ്ട ക്വാണ്ടിറ്റി സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു, ചേഞ്ചസ് വിത്ത് ടൈം, ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നവയാണത്. ഓക്കെ, സ്പീഡ് ഓഫ് റെസ്പോൺസ്. എന്താണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്? ദ ടൈം ടേക്കൺ ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് ടു റെസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ മാറ്റം വരുമ്പോൾ എത്ര വേഗത്തിൽ ഇൻസ്ട്രുമെൻ്റ് അതിനോട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സമയം, അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. എപ്പോഴും ഫാസ്റ്റ് റെസ്പോൺസ് ആണ് നല്ലത്. ഓക്കെ, ഇൻപുട്ടിൽ മാറ്റം വരുമ്പോൾ എത്ര വേഗത്തിൽ ഇൻസ്ട്രുമെൻ്റ് അതിനോട് പ്രതികരിക്കുന്നു, അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിഡിലിറ്റി. ദ എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു റീപ്രൊഡ്യൂസ് ദ ഇൻപുട്ട് സിഗ്നൽ ആക്യുറേറ്റ്ലി വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. ഹയർ ഫിഡിലിറ്റി മീൻസ് ബെറ്റർ പെർഫോമൻസ്. എന്താണ് ഫിഡിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻപുട്ട് സിഗ്നലിനെ യാതൊരുവിധ വികലമാക്കലുകളും കൂടാതെ, അതായത് ഡിസ്റ്റോർഷൻസ് ഒന്നുമില്ല, അതിനൊരു വിധ വൈകല്യങ്ങളും ഇല്ലാതെ തന്നെ കൃത്യമായി ഔട്ട്പുട്ടിൽ കാണിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു കഴിവ്, അതിന് ലോസ് വരാതെ, ഡിസ്റ്റോർഷൻ സംഭവിക്കാതെ ആ ഒരു കൃത്യമായി അതിനെ ഔട്ട്പുട്ടിൽ കാണിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഹയർ ഫിഡിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മികച്ച പെർഫോമൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, ലാഗ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു പദമാണ് അല്ലേ, താമസം. ദ ഡിലേ ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോൺസ്. നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, അതിന് കിട്ടിയ ഉടനെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോൺസ് ചെയ്യണമെന്നില്ല. ചില കേസുകളിൽ സർട്ടൻ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ടൈം ഡിലേ അവിടെ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ടൈം ഡിലേ ആണ് ഇൻപുട്ട് സിഗ്നൽ നൽകുന്നത് മുതൽ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയതാമസം ഉണ്ടല്ലോ, ആ ഒരു സമയതാമസം ഡിലേ അല്ലെങ്കിൽ ആ ഒരു ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിലേ ആണ് ആ ലാഗ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും കുറവായിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതായത് കുറവായിരിക്കുന്നു എന്ന് വെച്ചാൽ, ലാഗ് കുറവായിരിക്കുന്നു എന്ന് വെച്ചാൽ ഇൻപുട്ട് സിഗ്നൽ കിട്ടിയ ഉടനെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? റെസ്പോണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്. അതിനു മുന്നേ നമുക്ക് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് സിസ്റ്റം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യഥാർത്ഥ വാല്യൂ. ആൻ എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ. യഥാർത്ഥ വാല്യൂ അതിനാണ് നമ്മൾ ട്രൂ വാല്യൂ എന്ന് പറയും. നമ്മൾ അളന്നെടുത്ത വാല്യൂവിന് എന്തെന്ന് പറയും? മെഷേർഡ് വാല്യൂ എന്ന് പറയും. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഫോർമുല പറയാൻ പറ്റുന്ന എറർ ഇസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. അതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രൂ വാല്യൂയിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എറർ. എന്തുമാത്രം എറർ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കിട്ടും അവിടെ നിന്ന്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് എറേഴ്സുകളെ കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രോസ് എറേഴ്സ്. ഓക്കെ, ഗ്രോസ് എറേഴ്സ്. ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കാസ്ഡ് ബൈ ഹ്യൂമൻ മിസ്റ്റേക്സ്. അതായത് മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ, ആ ഒരു ഹ്യൂമൻ മിസ്റ്റേക്സ് കാരണം സംഭവിക്കുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ തെറ്റുന്നു. റീഡിങ് കറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ് കാണിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കും, നമ്മൾ നോട്ട് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രശ്നം കൊണ്ടോ എന്തോ നമുക്കത് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ ഹ്യൂമൻ മിസ്റ്റേക്സ് കൊണ്ട് അവിടെ റീഡിങ് എറർ സംഭവിച്ചു. അങ്ങനെ ഉണ്ടാവാം. തെറ്റായി രേഖപ്പെടുത്തുന്നു, റോങ് റെക്കോർഡിങ്. റോങ് ആയിട്ട് ചിലപ്പോൾ റീഡ് ചെയ്യുന്നു, റോങ് ആയിട്ട് ചിലപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ചിലപ്പോൾ കറക്ഷൻ വരുന്നു, കണക്ക് കൂട്ടലുകളിൽ തെറ്റ് വരുന്നു. അപ്പം അങ്ങനെയുള്ള ഹ്യൂമൻ മിസ്റ്റേക്സ് വരുന്നത് ഇതാണ് ഗ്രോസ് എറേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഗ്രോസ് എറേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധയോടെ റീഡിങ് എടുക്കുകയും പലതവണ ആവർത്തിച്ച് അളക്കുകയും ചെയ്യുക. അത് അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു എറേഴ്സ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അതായത് റോങ് റീഡിങ്, റോങ് റെക്കോർഡിങ്, ഇൻകറക്റ്റ് കാൽക്കുലേഷൻ. അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. നമുക്ക് ഒരു ഗ്രോസ് എറേഴ്സിനെ കുറിച്ചിട്ട് എന്ത് കിട്ടി? ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്കുള്ളത് സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണ്. എന്താണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്? കൃത്യമായ കാരണങ്ങളാൽ സംഭവിക്കുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദീസ് ആർ ഒക്കേഴ്സ് ഡ്യൂ ടു നോൺ കാസസ്. എന്തൊക്കെ ആയിരിക്കാം ആ നോൺ കാസസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഫോൾട്ടി കാലിബ്രേഷൻ. രണ്ടാമത്തത് എൻവയോൺമെൻറ്റൽ എറേഴ്സ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. 3 ഒബ്സർവേഷണൽ എറേഴ്സ്, പാരലാക്സ് എറേഴ്സ് പോലുള്ളവ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇൻസ്ട്രുമെൻറ്റിൻ്റെ തകരാറ് അല്ലെങ്കിൽ തെറ്റായ കാലിബ്രേഷൻ കാരണം സംഭവിക്കുന്നതാണ്.
നമ്മൾ കാലിബ്രേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ കാലിബ്രേഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉപകരണം കാലങ്ങളായി ഉപയോഗിക്കുമ്പോഴോ നിർമ്മാണത്തിലെ പിഴവ് കാരണമോ അതിൻ്റെ സ്കെയിൽ തെറ്റായ റീഡിങ് കാണിച്ചേക്കാം. ഉദാഹരണത്തിന് വോൾട്ടേജ് ഇല്ലാത്തപ്പോഴും ഒരു 0.5 വോൾട്ട് അത് ഇൻസ്ട്രുമെൻറ്റ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു ഫോൾട്ടി കാലിബ്രേഷൻ ആണ്. അതായത് അത് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റൽ എററായിട്ട് പറയാം. ഇതിന് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉള്ള ഉപകരണവുമായി ഒത്തുനോക്കി വീണ്ടും ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് റീകാലിബ്രേഷൻ. ഇങ്ങനെ കൃത്യമായി കാലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് പൂർണ്ണമായി ഒഴിവാക്കാം. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എൻവയോൺമെൻറ്റൽ എറേഴ്സ് ആണ് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ താപനില, അതായത് ടെമ്പറേച്ചർ, ഈർപ്പം, ഹ്യൂമിഡിറ്റി തുടങ്ങിയവ കാരണം ഉണ്ടാകുന്നതാണ് എൻവയോൺമെൻറ്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഒബ്സർവേഷണൽ എറേഴ്സ് അഥവാ പാരലാക്സ് എറേഴ്സ് എന്ന് പറയും. എന്തെന്ന് പറയും? പാരലാക്സ് എറേഴ്സ് എന്ന് പറയും. എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒബ്സർവേഷണൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് നോക്കാത്തത് കൊണ്ട് റീഡിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ. ഉദാഹരണത്തിന് പാരലാക്സ് എറർ, അതായത് നമ്മൾ ആ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതുമായിട്ട് നേരെ നിന്ന് നോക്കാതെ തെറ്റായിട്ടുള്ള ആംഗിളിലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വരുന്ന എറേഴ്സാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷണൽ എറേഴ്സ്. അടുത്ത തന്നെ റെമഡി, കൃത്യമായ കാലിബ്രേഷൻ, പ്രോപ്പർ കാലിബ്രേഷൻ, ശരിയായ രീതിയിലുള്ള ഉപയോഗം ആണ് നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റാൻഡം എറേഴ്സ്. എന്തായിരിക്കും റാൻഡം എറേഴ്സ്? കാസ്ഡ് ബൈ അൺപ്രഡിക്റ്റബിൾ വേരിയേഷൻസ്. മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അൺപ്രഡിക്റ്റബിൾ വേരിയേഷൻസ്, അത് കാരണം ഉണ്ടാകുന്ന എററുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുന്നു എക്സാമ്പിൾ ഇലക്ട്രിക്കൽ നോയ്സ്. ഇലക്ട്രിക്കൽ നോയ്സ് എന്ന് പറയുമ്പോൾ വോൾട്ടേജിൽ പെട്ടെന്നുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ, പെട്ടെന്ന് ഒരു ഫ്ലക്ച്വേഷൻസ് വന്നു, വോൾട്ടേജിൽ ഒരു ഫ്ലക്ച്വേഷൻസ് വന്നു, ഇലക്ട്രിക്കൽ നോയ്സ് വന്നു. അപ്പോൾ അത് ഒരു ഒരു റാൻഡം എററാണ്. ഇതിനൊരു റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടേക്ക് സെവറൽ റീഡിങ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ആവറേജ്. നമുക്ക് കൂടുതൽ റീഡിംഗ് എടുത്ത് ഒരുപാട് തവണ റീഡിങ്ങുകളെടുത്ത് അതിനുശേഷം അവയുടെ ശരാശരി ഒരു ആവറേജ് കണക്കാക്കുമ്പോൾ നമുക്ക് ഈ ഒരു എറേഴ്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിൽ റേഞ്ച് ആണ്. ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ദാറ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ. ഒരു ഇൻസ്ട്രുമെൻറ്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം തൊട്ട് ആ മാക്സിമം വാല്യൂ, ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റിന് അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂവും കൂടിയ വാല്യൂവും അടങ്ങുന്ന ആ ഒരു പരിധി, ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഇൻസ്ട്രുമെൻറ്റിന് അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ റീഡിംഗ് 0 വോൾട്ടും കൂടിയ റീഡിംഗ് 200 വോൾട്ടും ആണെങ്കിൽ സ്കെയിൽ റേഞ്ച് എന്താണെന്ന് പറയാം? 0 to 200 വോൾട്ട് ആണെന്ന് പറയാം. ക്ലിയർ? അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കെയിൽ സ്പാൻ ആണ്. നോക്കാം. ദ ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് ദ മിനിമം വാല്യൂസ്. അതിൻ്റെ ഫോർമുല സ്പാൻ ഈക്വൽ ടു മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള സംഖ്യാപരമായിട്ടുള്ള വ്യത്യാസം, ആ ഒരു ന്യൂമറിക്കൽ ഡിഫറൻസിനെയാണ് നമ്മൾ സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. മിനിമം മെഷർ ചെയ്യാൻ പറ്റുന്നത് 20 ആണ്, മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്നത് 220 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ സ്പാൻ നമുക്ക് എങ്ങനെ കിട്ടും? 220 മൈനസ് 20 വോൾട്ട് എന്തെന്ന് കിട്ടും? 200 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, 200 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ റേഞ്ച് പറഞ്ഞപ്പോൾ അത് മിനിമം ടു മാക്സിമം, അല്ലെങ്കിൽ 20 to 220 വോൾട്ട് എന്ന് പറയുന്നത് സ്കെയിൽ റേഞ്ചും 200 വോൾട്ട് എന്ന് പറയുന്നത് അവിടെ സ്കെയിൽ സ്പാനുമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് യൂസ്ഫുൾ സിഗ്നൽ പവർ ടു ദ അൺവാണ്ടഡ് നോയ്സ് പവർ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ആ ഒരു മെസ്സേജ് സിഗ്നലിൻ്റെ പവറും ഇതിനാണ് നമ്മൾ യൂസ്ഫുൾ സിഗ്നൽ പവർ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത നോയ്സ് പവറും, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് നോയ്സ് പവറും തമ്മിലുള്ള ആ ഒരു അനുപാതം, അതിനെയാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. യൂസ്ഫുള്ളും അൺവാണ്ടഡും ആയിട്ടുള്ള സിഗ്നൽസിൻ്റെ റേഷ്യോ. SNR, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് ഈക്വൽ ടു സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. ഇത് സാധാരണയായി ഡെസിബിൾസിലാണ് പ്രകടിപ്പിക്കാറുള്ളത്. ഓക്കെ, ഡെസിബിൾസിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ്, ഹൈ SNR സിഗ്നൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഹൈ SNR വരണമെങ്കിൽ അൺവാണ്ടഡ് സിഗ്നൽ നോയ്സിൻ്റെ റേഷ്യോ കുറവായിരിക്കും അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. സിഗ്നൽ ക്വാളിറ്റി കൂടുതലായിരിക്കും ഹൈ SNRൽ. അളവുകൾ കൂടുതൽ കൃത്യമായിരിക്കും, മോർ ആക്യുറേറ്റ് ആയിരിക്കും. അതായത് ലോ SNR എന്ന് പറയുമ്പോൾ എന്താണ്? നോയ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അളവുകളുടെ കൃത്യത എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, signal to noise ratio is the useful ratio of useful signal power to the unwanted noise power. Formula എന്താണ്? Signal power divided by noise power, that is equal to signal to noise ratio. It is usually expressed in decibels. Decibelsലാണ് ഇത് എന്ത് ചെയ്യുന്നത്?
എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഹൈ SNR എന്ന് പറഞ്ഞാൽ ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി ആൻഡ് മോർ ആക്യുറേറ്റ് മെഷർമെൻ്റ് ആണ്. ലോ SNR എന്ന് പറയുമ്പോൾ എന്താണ്? മോർ നോയ്സ് ആൻഡ് ലെസ് ആക്യുറേറ്റ് മെഷർമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ?